കടപുഴകി വീണ ആൽമരം മുറിച്ചുമാറ്റുന്നതിനിടെ പൂർവ്വസ്ഥിതിയിലായത് നാട്ടുകാരിൽ കൗതുകമുണർത്തി. കൈലിയാട് കുഞ്ചുനായർ പടിയിൽ കുന്നത്തോടി ഇട്ടിച്ചിരിയുടെ വളപ്പിലാണ് സംഭവം അറിഞ്ഞ് നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. കൈലിയാട് കുഞ്ചുനായർപടി കുന്നത്തൊടി ഇട്ടിച്ചിരിയുടെ വീട്ടുവളപ്പിലേക്കാണ് നിരവധി പേർ ഈ കാഴ്ച കാണാൻ എത്തുന്നത്. കടപുഴകി വീണ ആൽമരം മുറിച്ചുമാറ്റുന്നതിനിടെ പൂർവ്വസ്ഥിതിയിലായെന്ന വാർത്ത കേട്ട് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. എന്നാൽ അതൊന്നു കാണണമെന്ന് കരുതി ഇട്ടിച്ചിരി അമ്മയുടെ വളപ്പിലേക്ക് അവരും വച്ചുപിടിച്ചു. ഇനി കഥയിലേക്ക് അല്ല കാര്യത്തിലേക്ക് വരാം. സംഭവം നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച. കടപുഴകി വീണതാണ് ഈ ആൽമരം. മുറിച്ചുമാറ്റാനായി ഇത് കച്ചവടക്കാർക്ക് വിറ്റു. അവർ വീണുകിടക്കുന്ന ആലിന്റെ മുകൾ ഭാഗത്തു നിന്നും കഷ്ണങ്ങൾ മുറിച്ചെടുത്തുകൊണ്ടിരുന്നു. അവസാനം വേരോടുകൂടിയ 100 ഇഞ്ച് വണ്ണത്തിലുള്ള 15 അടിയോളം ഉയരത്തിലുള്ള ഒരു കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴാണത്രേ തൊഴിലാളികൾ ആ കാഴ്ച കണ്ടത്. മറിഞ്ഞു കിടന്നിരുന്ന ആൽ പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പിന്നെ അവര് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവര് പണിക്കാരെല്ലാം കൂടി പണി നിർത്തിയിട്ട് കുറച്ച് മേപ്പിട്ട് കയറിപ്പോയി. അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് മേപ്പിട്ട് കയറിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവര് പിന്നെ ഈ മരം നൂറ് നിൽക്കുന്നതായിട്ട് അവര് കാണുന്നത്. പിന്നെ അവര് അതിന് ശേഷം പിന്നെ അവര് മരം തൊട്ടില്ല. പണിക്കാരെല്ലാം പിന്നെ അവര് പേടിച്ചിട്ടും തന്നെ അവര് എന്നോട് പറയേണ്ടതായിട്ടുള്ളത്. പേടിച്ചിട്ട് പിന്നെ മരം അവർ മുറിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. പിന്നെ കടപുഴകി വീണ ആൽമരത്തിനുള്ളിൽ ഒരു പനയും വളർന്നിരുന്നു. ആൽമരം നിൽക്കുന്നത് ജീർണാവസ്ഥയിലുള്ള ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെയും മുന്നിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നാട്ടുകാർ.